नामिने सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्णा कृष्ण कृष्णा हरे 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 राम 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 हरे हरे वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय जय श्री चैतन्य जय नित्यानंदा जय अद्वैत चंद्र जय गौर भक्त वृंदा जय जय श्री चैतन्य जय नित्यानंदा जय अद्वैत चंद्र जय गौर भक्त वृंदा। हरे कृष्णा। ഹരേ കൃഷ്ണ പ്രഭു. ഇന്നലെ നമ്മൾ വായിച്ചു നിർത്തിയത് ചൈതന്യ ചരിതാമൃതം ആദിലീല അധ്യായം 13 ശ്ലോകം 29 വരെയാണ്. 26 ഒരു ലീല പറയാനുണ്ട് പ്രഭു ഇന്ന് പറയാമെന്ന് പറഞ്ഞു. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 26 ഇതിൽ പറയുന്നു, ബാല്യവയസ്സയാവത് ഹാത്തെ ഖടി ദില പൗഗണ്ഡ വയസ്സയാവത് വിവാഹന കൈല. വിവർത്തനം: അവിടുത്തെ ബാല്യകാലം വിദ്യാരംഭം ഹാത്തെ ഖടി അഥവാ കയ്യിൽ എഴുത്താണി നൽകുന്ന ചടങ്ങ് വരെ നീണ്ടു. ബാല്യത്തിന്റെ അവസാനം മുതൽ വിവാഹിതനാകുന്നത് വരെയുള്ള പ്രായം പൗഗണ്ഡം എന്ന് വിളിക്കപ്പെടുന്നു. സോ ഇതില് ബാല്യകാലം പണ്ടൊക്കെ 5 വയസ്സ് വരെ ബാല്യകാലമായിരുന്നു. ഇന്ന് എനിക്കറിയില്ല LKG ആൾക്കാർ ചേർക്കുന്നത് ഏത് വയസ്സിലാണ്. 3 വയസ്സിലൊക്കെ ചേർത്ത് തുടങ്ങിയിരുന്നു അല്ലെ? 3 വയസ്സ്. അതിന് 3.5 വയസ്സ്. ഏ 3.5. 6 വയസ്സിലൊന്നാണ്. അതിന് മുമ്പും ചേർക്കണ്ടല്ലോ ഇപ്പൊ പ്രീ ടെക് എന്ന് പറയുന്നത് പ്രീ പ്രൈമറി. അതെ, പ്രീ അതിന് സ്കൂൾ പിള്ളേർക്ക് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയമേന്ന് വിട്ട് കഴിഞ്ഞാൽ 1 വർഷം ആകുമ്പോഴത്തേക്കും മുലകുടി നിർത്തി, അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഡേ കെയർ ആയി മറ്റേതായി അങ്ങനെ പോകുന്നു. ഹരേ കൃഷ്ണ. അതെ അങ്ങനെ വിദ്യാഭ്യാസം. അതെ. പണ്ട് 5 വയസ്സ് വരെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇനിയിപ്പോ അറിയില്ല. നമ്മൾ ഈ തത്കാൽ റിസർവേഷൻ എടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ തത്കാലല്ല, നമ്മൾ ഒരു ടിക്കറ്റ് റിസർവേഷൻ എടുക്കാൻ 60 ദിവസം മുൻപേ നമ്മൾ ബുക്ക് ചെയ്തില്ലെങ്കിൽ ടിക്കറ്റ് കിട്ടില്ല. അത് നമുക്ക് അനുഭവമുണ്ട്. നമ്മളൊരു വൃന്ദാവൻ യാത്ര നടത്തിയപ്പോ ഒരു ബുക്ക് ചെയ്യുന്ന 60 ദിവസം മുമ്പ് ബുക്കിംഗ് തുടങ്ങും. അപ്പൊ അതിൽ തന്നെ ആദ്യത്തെ 1 മണിക്കൂറിൽ ടിക്കറ്റ് തീർന്നു അല്ലെ അതെ അതെ അതെ. എന്ന് പറയുന്നത് പോലെ കുട്ടിയെ എവിടേക്കാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതൊക്കെ ജനിക്കുന്ന സമയത്ത് തന്നെ ബുക്ക് ചെയ്താലേ അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ എന്നൊരു അവസ്ഥയായി തീരും. പക്ഷെ ഇവിടെ പറയുന്നത് 5 വയസ്സ് വരെ ബാല്യകാലമാണ്, കളിച്ചു നടക്കാം. കാര്യം ആ കളിച്ചു നടക്കുന്നതിലും ഒരു വ്യക്തിത്വ വികസനം അവിടെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇനി ഇല്ലാതെയാവുന്നു ക്രമേണ. എന്തായാലും അതൊരു ഭാഗം. പക്ഷെ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ആ 5 വയസ്സ് സമയത്ത് ബാല്യകാലം വിദ്യാരംഭം വരെ നീണ്ടു എന്നാണ് പറയുന്നത്. വിദ്യാരംഭം എന്ന് വെച്ചാൽ ഹാത്തെ ഖടി, കയ്യിൽ എഴുത്താണി കൊടുക്കുക. പണ്ട് ഓലച്ചുവടികളിലായിരുന്നു എഴുതിയിരുന്നത്. അതുകൊണ്ട് ഇന്നതൊക്കെ മാറി. ഇന്ന് എഴുതാനേ ഇല്ല, എല്ലാം വോയിസ് ടൈപ്പിങ്ങും അതുപോലെയൊക്കെയാണ്. പണ്ട് നമ്മുടെ ചെറുപ്പത്തില് ഒക്കെ മഷിയും പേനയും, മഷിക്കുപ്പിയും പേനയും ഉണ്ടായിരുന്നു. എന്റെ ചെറുപ്പത്തിൽ ഹീറോ പേന എന്ന് പറഞ്ഞ ഭയങ്കര ഒരു ഹരമായിരുന്നു അത്, അല്ലെ? മഷിത്തണ്ടും സ്ലേറ്റും ഉണ്ടായിരുന്നു. അത് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ മഷിത്തണ്ടും സ്ലേറ്റും. പക്ഷേ ഇപ്പൊ അതൊന്നും ഇല്ലാതായിരിക്കുകയാണ്. പയ്യെ ഇതൊക്കെ അന്യപ്പെട്ടു പോകും. സോ എന്തായാലും ആ എഴുത്താണി നൽകുന്ന ചടങ്ങില് വിദ്യാരംഭം നടക്കുന്ന സമയത്ത് ബംഗാളിൽ ഒരു കീഴ്വഴക്കമുണ്ട്. അവിടുത്തെ രീതികൾ അനുസരിച്ച് അവിടെ
ഈ വിദ്യാരംഭ ചടങ്ങിന്റെ കൂടെ മറ്റ് ചില കാര്യങ്ങളും ചെയ്യിപ്പിക്കും എന്നാണ് പറയുന്നത്. സോറി, ഞാൻ പറഞ്ഞത് മാറിപ്പോയി. വിദ്യാരംഭമല്ല, നാമകരണം എന്ന് പറയുന്ന ചടങ്ങിന്റെ കൂടെയാണ്. പേരിടൽ ചടങ്ങ് അത് 5 വയസ്സിലല്ലല്ലോ, അത് ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നടത്താറുണ്ട്. ആ പേരിടൽ ചടങ്ങുമായിട്ട് ബന്ധപ്പെട്ട ലീലയാണ്, വിദ്യാരംഭം ആയിട്ട് ബന്ധപ്പെട്ട അല്ല. സോറി, അത് ആ, തെറ്റിപ്പറഞ്ഞതാണ്. എന്തായാലും പേരിടലിന്റെ സമയത്ത് അവരെന്ത് ചെയ്യും? ജാതകർമ്മം, നാമകരണം ഇങ്ങനെയൊക്കെ ഉള്ള സമയത്ത് അവര് ആ, കുഞ്ഞിന്റെ ഭാവി എന്തായിരിക്കുന്നു നോക്കാൻ വേണ്ടി ബംഗാളിലൊരു ചടങ്ങ് ഉണ്ടാവാറുണ്ട്. അതായത് കുഞ്ഞ് ആ സമയത്ത് മുട്ടുകുത്തി നടക്കുന്ന ഒരു പ്രായത്തിലായിരിക്കണം. അപ്പൊ അത് ഏത് പ്രായമാണോ ആ സമയത്തുള്ള ചടങ്ങ്. സോ അപ്പൊ കുറച്ച് സാധനങ്ങൾ അവിടെ വെക്കുക പതിവാണ്. അതായത് ചിലപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു കൂമ്പാരം നാണയങ്ങൾ, ധനം ഒരു ഭാഗത്ത് വെക്കും. പിന്നെ മറ്റൊരു ഭാഗത്ത് ചിലപ്പോ എങ്ങനെ പറയാ, ആയുധങ്ങൾ, വാളും പരിചയും അമ്പും വില്ലും ഒക്കെ ഒരു സൈഡിൽ വെക്കാറുണ്ട്. പിന്നെ മറ്റൊരു ഭാഗത്ത് പാചകത്തിന് ആവശ്യമായിട്ടുള്ള, എന്താ പറയുക, ദഹനക്കാരന്റെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, വലിയ ഉരുളിയും അതും ഇതൊക്കെ ഒരു സൈഡിൽ വെക്കും. പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുസ്തകങ്ങൾ, ഗ്രന്ഥങ്ങൾ കുറെ വെക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു ഒരു മുറിയിൽ ഈ സാധനങ്ങൾ ഓരോരോ സ്ഥലത്ത് ആയിട്ട് വെച്ചിട്ട് ആ കുഞ്ഞിനെ എന്താണ് മുട്ടുകുത്തി ആ, പോകാൻ അനുവദിക്കും. രംഗം മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മുറി, അതിൽ ഇങ്ങനെ ആ മുറിയുടെ ഓരോരോ ഭാഗങ്ങളിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ, ചിലപ്പോൾ കൃഷി വസ്തുക്കൾ, സാധനങ്ങളൊക്കെ, കൃഷി കോപ്പുകളൊക്കെ ഒരു ഭാഗത്ത് വെക്കും. അങ്ങനെ എന്നിട്ട് ആ കുഞ്ഞ് ഏത് ദിശയിലേക്കാണോ പോകുന്നത്, എന്തിന്റെ അടുത്തേക്കാണോ പോകുന്നത്, അതനുസരിച്ച് കുഞ്ഞിന്റെ ഭാവി പ്രവചിക്കാൻ സാധിക്കും. കുഞ്ഞിന്റെ ഭാവിയിലേക്കൊരു എത്തിനോട്ടമായിരിക്കും അത് എന്നുള്ളൊരു ഓ, ഒരു വിശ്വാസത്തിലാണ് ഈ ചടങ്ങ് ബംഗാളിൽ നടന്നിരുന്നത്. സോ അതുപോലെ ചൈതന്യ മഹാപ്രഭുവിന് നിമായിക്ക് ഏത് ഘട്ടമാണെന്ന് മറന്നുപോയി, നാമകരണം ആയിരിക്കണം, പേരിടലായിരിക്കണം. ആ സമയത്ത് ഈ ആ, ഭാവി ജാതകം കുറിക്കലും അതുപോലെ ഈ പറഞ്ഞ ചടങ്ങ് നടക്കുമായിരുന്നു. അപ്പോ അങ്ങനെ ആ കുഞ്ഞ് നിമായിയെ, ചൈതന്യ മഹാപ്രഭുവിനെ മുട്ടുകുത്തി നടക്കാൻ വിട്ട സമയത്ത് എങ്ങോട്ടായിരിക്കണം പോയിട്ടുണ്ടാവുക? ഏതിന്റെ അടുത്തേക്കായിരിക്കണം? ഗ്രന്ഥങ്ങൾ. ഗ്രന്ഥം. ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ആ ഗ്രന്ഥങ്ങളുടെ കൂമ്പാരത്തിനടുത്തേക്ക് പോയിട്ട് ആ ഗ്രന്ഥങ്ങൾക്കിടയിൽ നിന്ന് ഒരു ഗ്രന്ഥത്തെ എടുത്ത് അതിനെ മാറോടണച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ചു. സ്വാഭാവികമായിട്ടും ആ കുഞ്ഞിന്റെ ആ, പെരുമാറ്റം ഇങ്ങനെയായിരുന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പണ്ഡിതന്മാരുണ്ടായിരുന്നു, ബ്രാഹ്മണ പണ്ഡിതന്മാര്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നവദ്വീപ് എന്ന് പറയുന്ന സ്ഥലം എല്ലാവിധ വേദജ്ഞാനങ്ങൾക്കും പ്രശസ്തമായ സ്ഥലമായതുകൊണ്ട് അവിടെ എല്ലാത്തരം പണ്ഡിതന്മാരും, മായാവാദികള്, ബുദ്ധമതക്കാര്, പിന്നെ ഭൗതികവാദികളായിട്ടുള്ള ചാർവാക സംഹിത അതൊക്കെ അനുസരിക്കുന്ന മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചിന്തകര്, കമ്മ്യൂണിസ്റ്റുകാര്, കോൺഗ്രസ്സുകാര്, BJPക്കാര്, പിന്നെ വേറെ വല്ല ഇൻഡിപെൻഡന്റ് പാർട്ടിക്കാര്, എല്ലാവരും ഉണ്ടായിരുന്നു അവിടെ. റൈറ്റ്, എല്ലാ വിഭാഗക്കാരും എല്ലാ തരത്തിലുള്ള ചിന്താഗതിക്കാരും അവിടെ ഉണ്ടായിരുന്നു. അതില് പല പണ്ഡിതന്മാര്, മായാവാദി പണ്ഡിതന്മാർ ഇത് കണ്ടിട്ട് പറഞ്ഞു, ഓ വലിയൊരു വലിയൊരു മംഗളകരമായ ഭാവിയാണ് ഇത് സൂചിപ്പിക്കുന്നത്, ഈ കുഞ്ഞ് വലിയൊരു പണ്ഡിതനാകാൻ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോ എല്ലാവർക്കും അത് കേട്ട് സന്തോഷമായി. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന വൈഷ്ണവ പണ്ഡിതന്മാരുണ്ടായിരുന്നു. റൈറ്റ്, അദ്വൈതാചാര്യരെ പോലുള്ള, അവരും പണ്ഡിതരാണ്, അവർക്ക് പാണ്ഡിത്യം ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഭക്തനായതുകൊണ്ട് അറിവില്ല, അവരൊക്കെ വികാരജീവികളാണെന്ന് പറയുന്ന വാദത്തിൽ എന്തെങ്കിലും ശരിയുണ്ടോ? ഇല്ല, ഇല്ലേ? പ്രഭുപാദിന്റെ 7-ാം അധ്യായം നമ്മൾ തന്നെ വായിച്ചതാണ്. അത് കണ്ടാൽ അറിയാം അതിന്റെ ഭാവാർത്ഥങ്ങളുടെ ആഴം. റൈറ്റ്, ഇപ്പൊ പാണ്ഡിത്യം ഇല്ലെന്ന് ഒരിക്കലും പറയരുത്. വൈഷ്ണവ പണ്ഡിതന്മാരത് കണ്ടിട്ട് അവര്
ചോദിച്ചു. ശരി, ഒരു നിമിഷം നിൽക്കട്ടെ, വലിയ പണ്ഡിതനാണെന്ന് ശരി. പക്ഷെ ഒന്നുകൂടി ഞങ്ങളത് കാര്യങ്ങൾ ഗൗരവമായിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏത് ഗ്രന്ഥമാണ് ആ കുട്ടി എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നതെന്ന് നോക്കിയ സമയത്ത് ശ്രീമദ് ഭാഗവതമായിരുന്നു. റൈറ്റ്. അപ്പൊ അത് കണ്ടപ്പോ വൈഷ്ണവ പണ്ഡിതന്മാർക്ക് വളരെ സന്തോഷമായി. എന്നിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് വെറും പണ്ഡിതനല്ല, പക്ഷെ ഭക്തപണ്ഡിതനായിട്ട്, ഭക്തശിരോമണിയായിട്ട്, ഭക്തിയിലും ഭക്തിശാസ്ത്രത്തിലും പാണ്ഡിത്യം നേടി ലോകത്തെ രക്ഷിക്കുന്ന ഒരു വ്യക്തിത്വമായി മാറും എന്ന് പ്രവചിച്ചു. റൈറ്റ്. സോ ഇത് ഹിസോളോ ജയപതാക സ്വാമി മഹാരാജ്, ഗുരു മഹാരാജ് ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ് ഈ ലീല. അതായത് സാധാരണ വ്യക്തികളും പണ്ഡിതന്മാരും ഒരു സാഹചര്യം, ഒരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ അവരും അതിനെ പഠിച്ച് അവരുടെ അഭിപ്രായം പറയും. പക്ഷേ വൈഷ്ണവ പണ്ഡിതന്മാർ, ഒരു വൈഷ്ണവന്റെ ലക്ഷണം എന്തായിരിക്കണം എന്ന് വെച്ചാൽ മറ്റുള്ളവർ പഠിക്കുന്നതിനെക്കാട്ടിലും ഒരു പടി കൂടുതൽ ആഴത്തില് കാര്യങ്ങളുടെ സ്ഥിതിഗതികളെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇല്ലേ? ഇവിടെ ഏത് ഗ്രന്ഥം എന്ന് ആര് നോക്കി? വൈഷ്ണവ പണ്ഡിതന്മാര് മാത്രമാണ് ആ ലെവലിലേക്ക് അതിനെ വിശകലനം ചെയ്യാൻ ശ്രമിച്ചത്. റൈറ്റ്. അതുപോലെ ഒരു ഭക്തൻ വേദങ്ങൾ പഠിക്കുകയാണെങ്കിലും ശാസ്ത്രങ്ങൾ പഠിക്കുകയാണെങ്കിലും, ഇനി അങ്ങനെയല്ല, ഈ ലോകത്തിലുള്ള ഒരു ലോക പ്രതിഭാസത്തെ കണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ഒരു ഉപരിപ്ലവമായ, എന്താ പറയാ, മുകളിൽ മാത്രം കാര്യങ്ങളെ കണ്ട് മനസ്സിലാക്കാതെ ആ വിഷയത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിന്റെ എല്ലാ വിശദാംശങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ എന്ന് ക്ലാസ്സിൽ പറഞ്ഞു. റൈറ്റ്. അതാണ് ലീല പറയാൻ ആഗ്രഹിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ 30ാമത്തെ ശ്ലോകമാണ് ഇനി വായിക്കാനുള്ളത്. മുന്നോട്ട് പോകാം. ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ ഈ വൈഷ്ണവര് പേരിടൽ കർമ്മത്തിന് ഭാഗവതവും വയ്ക്കും, ഒരു സൈഡിൽ കുറച്ച് പൈസയും വെക്കും. ഒരു കുട്ടിയെ ഇവിടെ സാധാരണ ഗൾഫിലൊക്കെ ചെയ്യുന്നുണ്ട്, ഇവിടെ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഓ, ഓക്കെ. അവിടെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ വെക്കുക എന്നുള്ളതായിരുന്നു പണ്ടത്തേത് കാര്യം. ഒരു 2 വർണ്ണങ്ങൾ മാത്രമല്ല, 4 വർണ്ണങ്ങളുണ്ട്. അല്ല, ബംഗാളി ഡിവോട്ടികളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഭാഗവതം വയ്ക്കും, ഒരു കുട്ടിയെ പൈസ വയ്ക്കും, കളിപ്പാട്ടം വയ്ക്കും. എന്നിട്ടിങ്ങനെ അവര് പോയി ഏതിൽ തൊടുന്നോ അല്ലേ അങ്ങനെ ചെയ്യുന്നുണ്ട്. കൃഷ്ണ. ഇക്കാലത്ത് അത് ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നറിയില്ല. ചിലപ്പോൾ കുട്ടിയോട് നേരത്തെ പറഞ്ഞു വെക്കുമായിരിക്കും ഇത് പോയി തുടരണം എന്നൊക്കെ, അല്ലേ? അല്ല, അവര് കുറച്ച് ദൂരെ മാറ്റി വെച്ചിട്ട് അതിന് ടോയ്സ് ഒക്കെ വെക്കുന്നിടത്തേക്കായിരിക്കും അട്രാക്ഷൻ. എന്നിട്ട് ചില കുട്ടികൾ ഭാഗവതമൊക്കെ ടച്ച് ചെയ്താൽ മതി, പിന്നെ ബാക്കി. ഇന്ന് കുട്ടികള് അങ്ങോട്ടൊന്നും പോകാണ്ട് ആ വിടണ ആളുടെ കയ്യിലെ മൊബൈലിലേക്കായിരിക്കും തിരിയും. അതെ അതെ അത് ശരിയാ. അതെ. ഒരു സൈഡിലെ മൊബൈൽ. ഭാവിയിൽ വലിയൊരു യൂട്യൂബർ ആവും എന്നുള്ളൊരു. അതെ അതെ അതെ. ശരി, മുന്നോട്ട് വായിക്കാം. ഹരേ കൃഷ്ണ. ശ്ലോകം 30 വായന തുടങ്ങാം. ഇന്നാരാണ് വായിക്കുന്നത്? ഇതുവരെ വായിക്കാത്ത ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യമുണ്ടോ? എല്ലാവരും സൈലന്റ് ആണ്. രാധാരഞ്ജൻ. ആരുമില്ല. ആ കൃഷ്ണ. ആ സർവജയ മാതാജി. ശരി. ഹരേ കൃഷ്ണ. ഹരേ ശ്ലോകം 30. ഹരേ കൃഷ്ണ. യാ രേധ കെ താരെ കഹേ കഹ കൃഷ്ണ നാമ ഭാസയില നവദീപ ഗ്രാമാം. വിവർത്തനം. ശ്രീല പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു കണ്ടുമുട്ടുന്ന എല്ലാവരോടും കൃഷ്ണന്റെ ദിവ്യനാമം ജപിക്കാൻ പറഞ്ഞു. ഇപ്രകാരം അവിടുന്ന് നവദ്വീപ് ഗ്രാമത്തെ മുഴുവൻ കൃഷ്ണനാമത്തിൽ ആറാടിച്ചു. ഭാവാർത്ഥം. നവദ്വീപം എന്നറിയപ്പെട്ടിരുന്ന സ്ഥലത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോഴുള്ള നവദ്വീപ ധാമം. നവദ്വീപം എന്നാൽ 9 ദ്വീപുകൾ എന്നാണ് അർത്ഥം.
ഏകദേശം 32 ചതുരശ്ര മൈൽ വരുന്ന ആ 9 ദ്വീപുകൾ ഗംഗയുടെ പല കൈവഴികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഭക്തിയുത സേവനത്തിനു പറ്റിയ അനേകം ഇടങ്ങൾ ഇവിടെയുള്ള എല്ലാ ദ്വീപുകളിലുമുണ്ട്. ശ്രീമദ് ഭാഗവതം 7:5-23 നവവിധ ഭക്തിയെക്കുറിച്ച് പറയുന്നത് കാണുക. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഈ 9 ഭക്തിയുത സേവനങ്ങൾ പരിപോഷിപ്പിക്കാൻ പറ്റിയ 9 ദ്വീപുകളാണിവ. 1 അന്തർദ്വീപ്, 2 സീമന്തദ്വീപ്, 3 ഗോദ്രുമദ്വീപ്, 4 മധ്യദ്വീപ്, 5 കോലദ്വീപ്, 6 ഋതുദ്വീപ്, 7 ജാഹ്നദ്വീപ്, മോദദ്രുമദ്വീപ്, രുദ്രദ്വീപ്. 9 ഭൂപടമനുസരിച്ച് ഞങ്ങളുടെ ഇസ്കോൺ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രുദ്രദ്വീപിലാണ്. രുദ്രദ്വീപിനു താഴെ അന്തർദ്വീപിലാണ് മായാപൂർ. മഹാപ്രഭുവിന്റെ പിതാവ് ജഗന്നാഥ മിശ്ര അവിടെ താമസിക്കാറുണ്ടായിരുന്നു. യുവാവായിരുന്ന കാലത്ത് മഹാപ്രഭു ഈ ദ്വീപുകളിലെല്ലാം സങ്കീർത്തന സംഘവുമായി നടന്നിരുന്നു. ആ പ്രദേശത്തെയാകെ അവിടുന്ന് തിരമാലകളിൽ നിമഞ്ജനം ചെയ്തു. ഹരേ കൃഷ്ണ. നമുക്ക് ഇതിൽ 1-2 കാര്യങ്ങൾ ഇതില് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അല്ലെ? കൈവഴികളാൽ കൈവ വഴി ഒരു വാ കൂടുതലാണ്. ഒരു വാ കൂടുതലാണ്. സോ പിന്നെ 9 ഭക്തിയുത സേവനങ്ങളെ കുറിച്ചും 9 ദ്വീപുകളെ കുറിച്ചും പറയുന്നു. അതെ, ഇതില് ഏത് ദ്വീപാണ് ഏതില് എന്നറിയാമോ? അന്തർദ്വീപ് ഏത് ഏത് വിധ ഭക്തിയാണ്? എല്ലാവർക്കും ശ്രവണം. അന്തർദ്വീപിലാണ് മായാപ്പൂർ അല്ലെ ഇവിടെ എഴുതിയേക്കുന്നത്? അതെ. കീർത്തനം അന്തർദ്വീപ് കീർത്തനം അല്ല, അന്തർദ്വീപ് ആത്മനിവേദനമാണ്. ഓ, പിന്നെ 2 മുതൽ 9 വരെ ആ സെയിം ഓർഡറിൽ പോകും. ശ്രവണം, കീർത്തനം, സ്മരണം. മനസ്സിലായോ? ആ സീമന്തദ്വീപ് ശ്രവണം, ഗോദ്രുമദ്വീപ് കീർത്തനം. ഒരു സോങ് ഉണ്ട്, നദിയ ഗോദ്രുമേ നിത്യാനന്ദ മഹാജൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പിന്നെ മധ്യദ്വീപ് സ്മരണം, കോലദ്വീപ് പാദസേവനം, ഋതുദ്വീപ് അർച്ചനം, ജാനുദ്വീപ് വന്ദനം, മോദദ്രുമദ്വീപ് ദാസ്യം, രുദ്രദ്വീപ് സഖ്യം. ഇങ്ങനെയാണ് അതിന്റെ. അപ്പൊ ഇസ്കോൺ കേന്ദ്രം അപ്പൊ നമ്മൾ പോകുന്ന അത് രുദ്രദ്വീപാണ് അല്ലെ? രുദ്രദ്വീപാണ്. അതിലെ ഒരു ചെറിയൊരു ഡീറ്റെയിൽ ഒരു പ്രാവശ്യം നമ്മുടെ പങ്കജാംഘ്രി പ്രഭു അറിയാമോ? പൂജാരി ബ്രദേഴ്സ് ഉണ്ടായിരുന്നല്ലോ, പങ്കജാംഘ്രി പ്രഭു, ജനനിവാസ് പ്രഭു. ഇപ്പൊ പങ്കജാംഘ്രി പ്രഭു ശരീരം ഉപേക്ഷിച്ചു, ജനനിവാസ് പ്രഭു മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇല്ല. കണ്ടിട്ടുണ്ടോ രണ്ടുപേരെയും, സഹോദരന്മാരെ? മായാപുര ഉണ്ട് പ്രഭു. പോയിട്ടുണ്ടെങ്കിലും അറിയില്ല, ഓർക്കലുണ്ട്. ഐഡന്റിക്കൽ ട്വിൻസ് ആണ് രണ്ടുപേരും, കണ്ട വ്യത്യാസം അറിയില്ല. അവർക്ക് പരസ്പരം ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അവരെ മാറിപ്പോവും എന്നാണ് പറയുന്നത്. പ്രഭു ആ പേരൊന്നും കൂടി പറയാമോ? ഹരേ കൃഷ്ണ. പങ്കജാംഘ്രി പ്രഭു. പങ്കജാംഘ്രി എന്ന് വെച്ചാൽ പങ്കജം താമര, അംഘ്രി എന്ന് വെച്ചാൽ പാദങ്ങള്. പങ്കജാംഘ്രി താമരപ്പാദം. പിന്നെ ജനനിവാസ് പ്രഭു. ഹരേ കൃഷ്ണ. ഇപ്പൊ ഇവരുടെ കഥ എങ്ങനെയാന്ന് വെച്ചാൽ ഇവര് ബ്രിട്ടീഷുകാരായിരുന്നു. UK നിന്ന് യുവാക്കളായിട്ട് അവര്, അന്നങ്ങനെയാണല്ലോ, അന്നത്തെ ഒരു ഹിപ്പി കൾച്ചർ. അവര് ദൈവത്തെയും ജീവിതത്തിന്റെ ലക്ഷ്യമൊക്കെ തേടി ചെറിയ പ്രായത്തിൽ തന്നെ അവരുടെ ഭൗതിക ജീവിതമൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. അനുഭവിക്കേണ്ടതൊക്കെ അവർ അനുഭവിച്ചു കഴിഞ്ഞു, കാണേണ്ടതൊക്കെ കണ്ടു കഴിഞ്ഞു. അപ്പൊ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു വിരക്തി വരുന്നു, എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട്. വാസ്തവത്തിൽ ഈ ഹിപ്പീസ് എന്ന് പറയുന്ന ആൾക്കാർ അന്ന് എല്ലായിടത്തും നോക്കി വരും.
അപ്പൊ ദൈവത്തെ കണ്ടുപിടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഇന്ത്യയാണെന്ന് പറഞ്ഞ് പൊതുവെ എല്ലാവർക്കും അറിയാം. അപ്പൊ അങ്ങനെ അവർ ഇന്ത്യക്ക് യാത്ര ചെയ്ത് വരുന്നു ടൂറിസ്റ്റ്സ് ആയിട്ട്. അതുപോലെ വന്നവരാണ് ഈ രണ്ട് സഹോദരന്മാര്. എന്നിട്ട് അവര് അവരെങ്ങനെ വരുന്ന സമയത്ത് മായാപ്പൂർ കണ്ട് എങ്ങനെയോ അവർ കൽക്കട്ടയിൽ വന്ന് മായാപ്പൂരിനെ കുറിച്ച് അറിഞ്ഞിട്ട്, അന്ന് മായാപ്പൂർ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല ഇല്ലേ, പക്ഷെ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് കേട്ട് അവര് വരുന്നു. എന്നിട്ട് പറയപ്പെടുന്ന ഇങ്ങനെയാണ്, അതായത് ആ സമയത്ത് പ്രഭുപാദ് മായാപ്പൂർ ഉണ്ടായിരുന്നു. നമ്മൾ ജസ്റ്റ് സ്ഥലമൊക്കെ, ഇസ്കോന്റെ സ്ഥലമൊക്കെ മേടിച്ച് അവിടെ എന്താണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഒരു ഘട്ടം 1974, 75 ആ ഒരു കാലഘട്ടം. പ്രഭുപാദ് ഇരുന്ന് രാവിലെ ക്ലാസ് എടുക്കുകയാണെന്ന്. ക്ലാസ് എടുക്കുന്ന സമയത്താണ് ഗേറ്റ് തുറന്ന് ഇങ്ങനെ രണ്ട് യുവാക്കള് ഒരേപോലെ ഇരിക്കുന്ന, എന്താ പറയുക, ഐഡന്റിക്കൽ ട്വിൻസ് എന്ന് പറയില്ലേ, കണ്ടു കഴിഞ്ഞാൽ വ്യത്യാസം അറിയില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ. സോ അവര് രണ്ടുപേരും ഇങ്ങനെ വരുന്നു അകത്തേക്ക്. പ്രഭുപാദ് അവരെ നോക്കിയപ്പോ തന്നെ പ്രഭുപാദ് പറഞ്ഞു എന്ന്, ഓ അവർ മായാപ്പൂർ പൂജാരീസ് ആർ കമ്മിങ് എന്ന് പ്രഭുപാദ് പറഞ്ഞു. ഹരിബോൾ. പ്രഭുപാദിക്ക് ജയ. ജയ് ജയ്. സോ പ്രഭുപാദിന് അത് കാണാൻ സാധിക്കായിരുന്നു, അവരുടെ ഭാവി എന്താണെന്നും അവരാരാണെന്നും ഒക്കെ പ്രഭുപാദിന് ആദ്യ ദൃഷ്ടിയിൽ തന്നെ കണ്ടറിഞ്ഞു പ്രഭുപാദ്. എന്നിട്ട് അങ്ങനെ അവർ വന്ന് ജോയിൻ ചെയ്തതാണ്, പിന്നെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല. പങ്കജാംഗ്രി പ്രഭു, ജനനിവാസ് പ്രഭുവാണ് അവിടുത്തെ രാധാമാധവിന്റെയും നരസിംഹ ഭഗവാന്റെയും പഞ്ചതത്വ എല്ലാവരുടെയും എന്താണ് പൂജാരീസിൽ, ഇസ്കോണിൽ അറിയപ്പെടുന്ന പൂജാ വ്യക്തിത്വങ്ങള്, ആധികാരികമായിട്ടുള്ള പൂജാരീസ് ഹോൾ ഇസ്കോണിലെ ഈ രണ്ട് സഹോദരന്മാരാണ്. അവരുടെയൊക്കെ പേഴ്സണലി പങ്കജാംഗ്രി പ്രഭുവിന്റെ അസോസിയേഷൻ, ഞങ്ങള് ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ യൂത്ത് സെന്ററിൽ വന്ന് പ്രഭു താമസിച്ചിട്ടുണ്ട് ഒരു 2-3 ദിവസം. അപ്പോഴൊക്കെ പ്രഭുവിനെ കാണാനും ഒരു അവരുടെയൊക്കെ ചുറ്റുമുള്ള ഒരു കാറ്റിന് തന്നെ എന്തോ ഒരു പ്രത്യേക ശാന്തതയാണ്. അതിനൊരു എന്താ, മായാപ്പൂരിന്റെ രാധാമാധവിന്റെ ഒരു ചുറ്റുമുള്ള ഒരു കാറ്റിനൊരു സുഗന്ധം ഉണ്ടാവുമല്ലോ, ഒരു അന്തരീക്ഷം ഉണ്ടാവും, അതിൽ ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അത് ഇവരിൽ കാണാൻ പറ്റും. അപ്പൊ ഈ രണ്ട് സഹോദരന്മാരെയും എല്ലാവർക്കും, മായപ്പൂർ വാസികൾക്കൊക്കെ ഇത് ആരാന്ന് കൺഫ്യൂഷൻ ആവും. അപ്പൊ അതുകൊണ്ട് പിന്നെ അവസാനം ആ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ട് പങ്കജാംഗ്രി പ്രഭു ആണെന്ന് തോന്നുന്നു കയ്യിൽ വാച്ച് കെട്ടാൻ തുടങ്ങി. ജനനിവാസ് പ്രഭു വാച്ച് കെട്ടില്ല. അപ്പൊ അത് നോക്കിയിട്ടാണ് ആൾക്കാർ കണ്ടുപിടിക്കുന്നത്, ഓക്കെ പങ്കജാംഗ്രി പ്രഭു ആണോ ജനനിവാസ് പ്രഭു ആണോ. പിന്നെ ചെറിയ സംസാര രീതിയിൽ, ശബ്ദം ഒരേപോലെയാണ് പക്ഷെ സംസാര രീതിയിൽ വ്യത്യാസമുണ്ട്, ചെറിയ ചെറിയ പെരുമാറ്റ രീതികൾ. അത് ക്രമേണ ആ വ്യത്യാസങ്ങൾ പഠിച്ച് പിന്നെ ആൾക്കാർ കറക്റ്റായിട്ട് ആരാണ് എന്ന് ഗസ് ചെയ്യാൻ തുടങ്ങി. പറഞ്ഞു വരുന്നത്, അതിൽ പങ്കജാംഗ്രി പ്രഭു ആണെന്ന് തോന്നുന്നു ഒരു ദിവസം ഒരു ക്ലാസ് ഒരു പ്രാവശ്യം അവിടെ വെച്ച് മായപ്പൂർ എടുക്കുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഇസ്കോൺ മായപ്പൂർ സ്ഥിതി ചെയ്യുന്നത് ഭാഗികമായിട്ട് രുദ്രദ്വീപിലും ഭാഗികമായിട്ട് അന്തർദ്വീപിലുമാണ്. അപ്പോ പറഞ്ഞു വന്നത്, ഈ പണ്ട് ഈ ദ്വീപുകൾക്കിടയിലൊക്കെ ചെറിയ ചിലതൊക്കെ ഗംഗയുടെ രണ്ട് കരകളായിട്ട് വരും. പക്ഷെ ചിലപ്പോഴൊക്കെ ഈ ദ്വീപുകൾ തമ്മിൽ 9 ഉണ്ടല്ലോ, അപ്പൊ ആ ദ്വീപുകൾ തമ്മിലുള്ള സെപ്പറേഷൻ, അതിർത്തി എന്ന് പറയുന്നത് ചിലപ്പോ ചാലുകൾ, ചെറിയ തോടുകളൊക്കെ ആയിരുന്നു. ഈ കൃഷിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന തോടുകളൊക്കെ ഇല്ലേ, ചാലുകൾ, അതൊക്കെ ആയിരുന്നു ചിലപ്പോൾ രണ്ട് ദ്വീപുകൾ തമ്മിൽ അതിർത്തി ആയിട്ട് നിർണയിക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമ്മുടെ ഇപ്പോഴത്തെ രാധാമാധവ്, മായപ്പൂർ പോയിട്ടുള്ളവർക്ക് മനസ്സിലിപ്പോ പറയുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ രാധാമാധവ് ഹാളുണ്ട് അല്ലെ, രാധാമാധവ് ഉണ്ട്, പ്രഭുപാദ് ഉണ്ട് രാധാമാധവിന് ഓപ്പോസിറ്റ്. അപ്പൊ ആ ഹാള് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് രുദ്രദ്വീപിലാണ്. നമ്മുടെ പുതിയ ടെമ്പിൾ ഓഫ് വേദിക് പ്ലാനറ്റേറിയം വരുന്നത് അതൊക്കെ രുദ്രദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ പഞ്ചതത്വ ഹാൾ ഉണ്ടല്ലോ ആ സൈഡില്, അത് അന്തർദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പങ്കജാംഗ്രി പ്രഭു പറഞ്ഞു. അതിനർത്ഥം ഇപ്പോ ഇതിന് രണ്ടിനും ഇടയ്ക്ക് നരസിംഹ ഭഗവാൻ ഇരിക്കുന്ന ആ ഒരു സ്ഥലമുണ്ടല്ലോ, ആ സ്ഥലത്തിലൂടെ ആ പ്രദേശത്തിൽ അങ്ങനെ നരസിംഹ ഭഗവാന്റെ തൊട്ടു മുമ്പിൽ എന്നുള്ള പോലെ ഒരു ചാൽ ഒഴുകുന്നുണ്ടായിരുന്നു. അതായിരുന്നു ഇത് തമ്മിലുള്ള അതിർത്തി. ഓ. സോ അങ്ങനെ അദ്ദേഹം പറഞ്ഞ് നല്ലൊരു ഓർമ്മയുണ്ട്. പഞ്ചതത്വ അന്തർദ്വീപിലാണ്,
ആത്മനിവേദനത്തിന്റെ ഒരു ദ്വീപിലാണ്. നമ്മൾ അത് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്ന സമയത്ത് നരസിംഹ ഭഗവാൻ രണ്ട് ദ്വീപുകൾക്ക് ഇടയ്ക്കിരിക്കുകയാണ്. പിന്നെ രുദ്രദ്വീപില് രാധാമാധവ്. ഹരേ കൃഷ്ണ. മുന്നോട്ട് വായിച്ചോളൂ. സരോജി ഹരേ മാതാജിനെ. കൃഷ്ണ പ്രഭു, പ്രണാമം. പ്രഭു പങ്കജാംഗ്രി പ്രഭുവിന്റെ പറഞ്ഞപ്പോഴേ, അതായത് ഇവിടെ പ്രസാദം ഇവിടെ കൊടുക്കൂലോ, ഇവിടെ ഇവിടെ വെച്ചിട്ട് അങ്ങനെ പ്രഭു കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഇവര് കേട്ടല്ലേ? ഹരേ കൃഷ്ണ. എന്താണ്? കേക്കുണ്ടോ പ്രഭു ഞാൻ പറയണേ? കേൾക്കുന്നുണ്ട്. ഇന്ന് ആ നന്നായിട്ട് കേൾക്കും. ഹരേ കൃഷ്ണ. വീട്ടിലല്ല, അതുകൊണ്ട്. അപ്പൊ ഈ പങ്കജാംഗീർ പ്രഭുവും പിന്നെ മറ്റേ പ്രഭുവും കൂടെ, മറ്റേ പ്രഭുവിന്റെ പേര് എനിക്ക് കിട്ടില്ല, അവര് രണ്ടാളും വരുമ്പോ ഇവിടെ പ്രസാദം കൊടുക്കായിരുന്നു എന്ന്. അപ്പൊ ആദ്യം വന്ന് പ്രസാദം മേടിച്ചു. അപ്പൊ അവർക്ക് ഭയങ്കര ഇഷ്ടമായി, അവര് കഴിച്ചു. അത് കഴിഞ്ഞ് അവര് രണ്ടാമതും വന്ന് ചോദിച്ചു. അപ്പൊ രണ്ടാമതും കൊടുത്തു. മൂന്നാമതും അവര് വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു എന്ന്, ഇനി ടെമ്പിളിലേക്ക് വന്നോളൂ, അവിടെ ആവുമ്പോ നിങ്ങക്ക് എന്നും പ്രസാദം തരാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അത്ര അവര് ഇതിലേക്ക് വന്നു ജഗത്സാക്ഷി പ്രഭു ഒരിക്കൽ പറഞ്ഞ് കേട്ടിട്ട് ഉണ്ടായത്. അപ്പൊ പ്രഭു എന്നിട്ട് ജഗസാക്ഷി പ്രഭു ഇതും പറഞ്ഞു, നമ്മുടെ ഇവിടെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ചോദിക്കുമ്പോ തന്നെ അവന് നമ്മള് കൊടുത്തോളുന്നില്ല. ഇതിപ്പോ അവിടെ ആയതുകൊണ്ട് അവിടെ വെച്ചിട്ട് എന്താണ് ഇംഗ്ലണ്ടിലോ അവിടെ കണ്ടു വെച്ച ആ സമയത്ത് ഇങ്ങനെ പ്രസാദത്തിന് വേണ്ടിയാണ് അത്ര അവർ ആദ്യം വന്നത് തന്നെ. ഹരേ കൃഷ്ണ. പിന്നെ അതേപോലെ തന്നെ നരസിംഹ ഭഗവാന്റെ ആ കൈകളുടെ ഒരു ഇത് പങ്കജാംഗി പ്രഭുവിനെ ഇങ്ങനെ വരച്ചില്ലേ, വരച്ചിട്ട് ആ ഒരു അടയാളം ഉണ്ടായിരുന്നു. ഒരിക്കൽ പ്രഭുവിന്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, എന്താണ് തെളിവ് എന്നുള്ളത്. അങ്ങനെ അതെനിക്ക് ക്ലിയർ അറിയില്ല, പക്ഷെ ഇങ്ങനെ ഇത് ഞാൻ എവിടെയോ വായിക്കുക കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. തുടർന്ന് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു. നേരത്തെ പ്രഭു വേറെ ആരോ വായിക്കാൻ വന്നല്ലോ, അവര് വേണമെങ്കിൽ വായിച്ചോട്ടെ. പ്രഭു ഹരേ കൃഷ്ണ, ഒരു ചോദ്യം. ഇപ്പൊ ഈ ഇങ്ങനെ നവവിധ ഭക്തിയുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയേ, അതിന് തമ്മിൽ എന്താണ് അങ്ങനെ വരാൻ കാരണം? ഇപ്പോ മധ്യദ്വീപ് സ്മരണം, കോലദ്വീപ് പാദസേവനം എന്നല്ല, അത് തമ്മിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയാണ്? ഉണ്ട്. ഉണ്ട്. ഓരോ ദ്വീപിലും അവിടുത്തെ ദ്വീപിലെ ഓരോ കാര്യങ്ങള്, അവിടുത്തെ ലീലകൾ നടന്നത് വെച്ചിട്ടാണ് അത് പറയുന്നത്. ഓ, very അപ്പൊ good. ഉദാഹരണത്തിന് ഇപ്പോ ഇങ്ങനെ പറയാ, പാർവതി ദേവി എപ്പോഴും, പാർവതി ദേവിക്ക് പ്രത്യേകിച്ച് ശ്രവണം ചെയ്യാൻ വലിയ താല്പര്യമാണ്. ആലോചിച്ച് നോക്കൂ, അത്ര ഭൗതിക സൗകര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് പാർവതി ദേവി ജീവിക്കുന്നത്. എവിടെ? ഹിമാലയം, ഹിമാലയം, കൈലാസത്തില്. കൈലാസ്. കൈലാസത്തിൽ അത്ര വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല. അടുത്തു പോയി സാധനങ്ങൾ മേടിക്കാൻ ഒരു സൂപ്പർ മാർക്കറ്റ് ഇല്ല. ഊബർ വിളിച്ച അവിടെ കിട്ടുമോന്നറിയില്ല, അല്ലെ? ഒക്കെ ദൂരത്തുള്ള സ്ഥലമാണ്. ഭൗതികമായിട്ട് ഒരുപാട് ചലഞ്ച് ഉള്ള ഒരു സ്ഥലമാണ് കൈലാസ് എന്ന് പറയുന്നത്. പക്ഷെ അവിടെ പോയി മഹാദേവന്റെ കൂടെ താമസിക്കുന്നു. ആദ്യം പാർവതി ദേവി ആരായിരുന്നു? ഒരു എന്താണ്, ഹിമവാൻ, അല്ലെ? ആരുടെ മക്കളായിരുന്നു? ഹിമവാന്റെ പുത്രി. ഹിമവാന്റെ പുത്രിയായിരുന്നു. അതുകൊണ്ട് പാർവതി ദേവിക്ക് വേറൊരു പേരുണ്ട്, ഹൈമവതി എന്നൊരു പേര്, ഹൈമവതി. അല്ലെ? ഹൈമവതി എന്നൊരു പേരുണ്ട്. പാട്ട്. പാട്ടുണ്ട്, ഹിമഗിരി തനയെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. അപ്പോ എന്തായാലും അത്രയൊരു വലിയ രാജാവിന്റെ മകൾ എന്നുള്ള നിലയ്ക്ക് അത്രയും സൗകര്യങ്ങളോടെ, സുഖ സൗകര്യങ്ങളോട് ജീവിച്ച പാർവതി ദേവി ശിവന്റെ കൂടെ പോയി താമസിക്കുന്നു. അവിടെ ഒരു സൗകര്യങ്ങളും ഇല്ല. അപ്പൊ എന്താണ് പാർവതി ദേവിക്ക് ഒരു എന്റർടൈൻമെന്റ്? എന്തെങ്കിലും ഒരു വിനോദം വേണ്ടേ? അപ്പൊ പാർവതി ദേവിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിനോദം എന്ന് പറയുന്നത് മഹാദേവന്റെ മുഖത്ത് നിന്ന് ഹരികഥ കേൾക്കുക എന്നുള്ളതാണ്. എത്രയോ 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 കാര്യങ്ങൾ നമുക്ക് ആ ശാസ്ത്രങ്ങൾ എടുത്തു നോക്കിയാൽ ശിവനും പാർവതിയും തമ്മിലുള്ള സംവാദമായിരിക്കും. വിഷ്ണു സഹസ്രനാമം എടുത്തു നോക്കിയാൽ തന്നെ ആരാണ് വാസ്തവത്തിൽ വിഷ്ണു സഹസ്രനാമം സംവാദം ഭീഷ്മരാണ് പറഞ്ഞത്, പക്ഷെ അതിനെക്കുറിച്ച് ലോകത്തിന് കൊണ്ടെത്തിച്ചത് ആരാണ്? ശിവനും പാർവതിയും തമ്മിലുള്ള സംവാദത്തിലാണ് അത് വരുന്നത്, ഇല്ലേ? പാർവതി ചോദിക്കും, താങ്കൾ എന്താണ് ഈ മാല വെച്ച് ജപിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ശിവനാണ് പറയുന്നത്, ശ്രീരാമ രാമ രാമേതി രമേ രമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമപരായണൻ. രാമനാമ വരാനനെ എന്ന് പറയുന്നു. അപ്പോ
ഈ ശ്ലോകം ചൈതന്യ ചരിതാമൃതം മധ്യലീലയിലുണ്ട്. ഇപ്പൊ പറഞ്ഞ ശ്ലോകം മധ്യലീലയിൽ വരും. അപ്പോ എന്താണ് ജപിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ പറയാണ്, ശ്രീരാമ രാമ രാമേ ഇതി രമേ, ഞാൻ രമിക്കുന്നു. ശിവൻ പറയുന്നു. എങ്ങനെ? ശ്രീരാമ രാമ രാമ എന്നുള്ള ഈ രാമനാമം ജപിച്ച് ഞാൻ ആനന്ദിക്കുകയാണ്. അല്ലയോ മനോരമേ. മനോരമ എന്ന് പറഞ്ഞാല് നമുക്കറിയാവുന്ന നമുക്കറിയാവുന്നത് ഒരു മനോരമയാണ്. പക്ഷെ വാസ്തവത്തിൽ മനോരമ പാർവതി ദേവിയുടെ പേരാണ്. ഹേമലത ഏ ഹേമലത എന്നുണ്ട്. സോ അങ്ങനെ ഈ അതുകൊണ്ട് പാർവതി ദേവി ശ്രവണം ചെയ്യാൻ ആഗ്രഹിച്ചു ഭഗവാന്റെ കഥ. അങ്ങനെ പാർവതി ദേവിയെ സംബന്ധിച്ചാണ് സീമന്ത ദ്വീപ് ഉള്ളത്. ഇപ്പൊ പോയാലും അവിടെ കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ശ്രവണത്തിന്റെ ദ്വീപായി. അതുപോലെ ഗോദ്രുമ ദ്വീപിലാണ് ഒരുപാട് നാമസങ്കീർത്തനം നടന്നത്. നിത്യാനന്ദ പ്രഭു നാമഹട്ട കേട്ടിട്ടുണ്ടല്ലോ അല്ലെ? ഹട്ട എന്ന് വെച്ചാല് കമ്പോളം, മാർക്കറ്റ്. നാമഹട്ട എന്ന് വെച്ചാൽ ഹരിനാമം വിൽക്കപ്പെടുന്ന കമ്പോളം. സോ അത് സുരഭി കുഞ്ച് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് നിത്യാനന്ദ പ്രഭു നാമഹട്ടെ ആരംഭിച്ചു. ഒരു നല്ല പാട്ടുണ്ട്, ബഡോ സുഖേർ ഖബർ ഗായ്, ബഡോ സുഖേർ ഖബർ ഗായ്, സുരഭി കുഞ്ചേത്തെ നാമഹട്ടെ ഖുലേച്ചെ, ഖോദാനിത്തായ് ഖോദാനിത്തായ്. നല്ലൊരു പാട്ടാണ്. വല്ലപ്പോഴും ഒരു മേ ബി ഒരു സൺഡേ പ്രോഗ്രാമിന് എന്തെങ്കിലും പാടാം. നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ് ആണത്. പ്രഭു ഒരു വരി അത് പ്രഭു ട്യൂണിലൊന്ന് പാടാം, ജസ്റ്റ് ഒരു പ്രാവശ്യം. അത് ഇങ്ങനെ വരും. बड़ो सुखेर खबर गाय, बड़ो सुखेर खबर गाय, बड़ो सुखेर खबर गाय, बड़ो सुखेर खबर गाय, सुरभि कुंजेते नामक हट्टे खुलेच्छे, सुरभि कुंजेते नामक हट्टे खुलेच्छे, खोदा निताय खोदा निताय, खोदा निताय खोदा निताय। हरे कृष्णा कृष्ण कृष्ण हरे हरे, ഹരേ രാം 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 ഹരേ ഹരേ എന്നുള്ള സ്റ്റൈലില് അത് ഹരേ അങ്ങനെ വെരി ബ്യൂട്ടിഫുൾ സോങ്. അപ്പോ അത് ഗോദ്രുമ ദ്വീപിലാണ് ഈ ലീലകളൊക്കെ സംഭവിച്ചത്. ഭഗവാന്റെ കീർത്തനം നിത്യാനന്ദ പ്രഭു നാമഹട്ടെ ആരംഭിച്ചതും അതിനുശേഷം ഭക്തിവിനോദ് ഠാക്കൂർ വന്ന് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എഴുതിയതുമൊക്കെ ഗോദ്രുമ ദ്വീപിലാണ്. ഇങ്ങനെ കുറെ ലീലകളുണ്ട്. മധ്യദ്വീപിൽ സ്മരണം വരാൻ ഒരു കാരണമുണ്ട്. മധ്യദ്വീപിൽ നൈമിഷാരണ്യം എന്ന് പറഞ്ഞൊരു സ്ഥലം മധ്യദ്വീപിലുണ്ട്. അവിടെ വെച്ച് ശ്രീമദ് ഭാഗവത പാരായണം നടക്കുകയും ഭഗവാനെ കുറിച്ച് സ്മരണം ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ ഓരോ ദ്വീപിനും ഇതുമായിട്ട് ഈ നവവിധ ഭക്തി ഓരോ ഭക്തിയായിട്ട് ബന്ധം വരാൻ കാരണങ്ങളുണ്ട്. എന്തായാലും അടുത്തത് വായിക്കാം. 31 ലോകം 31 വേറെ ആരെങ്കിലും വായിക്കുന്നുണ്ടോ? ഹരേഷൻ പ്രഭു വായിക്കട്ടെ. വായിച്ചോളൂ ഹരീഷ്. പ്രണാം പ്രഭു. ശ്ലോകം 31. കിശോരവയസേ ആരംഭില സങ്കീർത്തന, രാത്രദിനെ പ്രേമേ നൃത്യ സംഗേ ഭക്തഗണ. വിവർത്തനം. ശ്രീലപ്രഭുപാദ് കി ജയ്. തന്റെ യൗവന ജീവിതത്തിന് തൊട്ടു മുമ്പേ അവിടുന്ന് സങ്കീർത്തന പ്രസ്ഥാനം ആരംഭിച്ചു. മഹാപ്രഭു രാവും പകലും പതിവായി തന്റെ ഭക്തന്മാർക്കൊപ്പം പ്രേമോന്മാദത്തിൽ നൃത്തം ചെയ്തു. ശ്ലോകം 32. നഗരെ നഗരെ ഭ്രമേ കീർത്തന കരിയ, ഭാഷയില ത്രിഭുവന പ്രേമ ഭക്തി ദിയ. വിവർത്തനം. ഭാവാർത്ഥം. ശിലപ്രഭുപാദ് കി ജയ്. കീർത്തനം ആലപിച്ചുകൊണ്ട് മഹാപ്രഭു അലഞ്ഞു തിരിഞ്ഞ് നഗരം തോറും സങ്കീർത്തന പ്രസ്ഥാനം എത്താൻ ഇടയാക്കി. ഇങ്ങനെ ഉലകിലും പ്രേമഭക്തി വിതരണം ചെയ്തു. ഭാവാർത്ഥം. ചൈതന്യ മഹാപ്രഭു കീർത്തനം നിർവഹിച്ചത് നവദ്വീപിൽ മാത്രമായിരുന്നിട്ടും 3 ലോകങ്ങളും കൃഷ്ണപ്രേമത്തിൽ മുങ്ങിയത് എങ്ങനെയെന്ന് ഒരുവൻ ചോദിച്ചേക്കാം. ചൈതന്യ മഹാപ്രഭു
കൃഷ്ണൻ തന്നെയാണ് എന്നതാണ് ഇതിനുള്ള ഉത്തരം. വിശ്വാവിഷ്കാരം സാധ്യമായത് ഭഗവാൻ ആദ്യം അതിനെ പ്രവൃത്തി പദത്തിലേക്ക് ചലിപ്പിച്ചതിൻ്റെ അനന്തരഫലമായാണ്. അതുപോലെ സങ്കീർത്തന പ്രസ്ഥാനവും 500 സംവത്സരങ്ങൾക്ക് മുമ്പ് ആദ്യമായി ചലിപ്പിക്കപ്പെട്ടത് അത് ലോകം മുഴുവൻ വ്യാപിക്കണമെന്ന ചൈതന്യ മഹാപ്രഭുവിന്റെ ഇച്ഛയിൽ നിന്നായിരുന്നു. അതേ ചലനത്തിന്റെ തുടർച്ചയായി കൃഷ്ണാവബോധ പ്രസ്ഥാനം ഇപ്പോൾ ലോകത്തിലെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ വിധത്തിൽ ക്രമേണ അത് പ്രപഞ്ചത്തിലെമ്പാടും വ്യാപിക്കുകയും ചെയ്യും. കൃഷ്ണാവബോധ പ്രസ്ഥാനം വ്യാപിക്കുന്നതോടുകൂടി സർവരും കൃഷ്ണപ്രേമത്തിന്റെ സമുദ്രത്തിൽ ആമഗ്നരാകും. ഹരേ കൃഷ്ണ. ശ്ലോകം 30. ഹരേ ഇത് കൃഷ്ണ. ഒരൊറ്റ കാര്യം പറയാൻ തോന്നി. ചലിപ്പിക്കുന്നതെന്ന് കേട്ടപ്പോ ഭക്തിഗാനമല്ല, പണ്ടൊരു യേശുദാസിന്റെ പാട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? ചലനം 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 എന്നൊരു പാട്ടുണ്ട്. Yes, yes. അപ്പോ അതായത് ഈ മനുഷ്യ ജീവിതത്തിന്റെ പരിണാമത്തില് എന്താണ്, പരിണാമത്തിൻ മയൂര നടനം, അങ്ങനെ എന്തോ വരും അല്ലേ? ആ. ഓർമ്മയുണ്ടോ ഒരു പഴയ പാട്ട്? അതെ. സോ അതുപോലെ ഈ ചലനത്തിന് ഇംഗ്ലീഷിൽ പേരാണ് മൂവ്മെന്റ്, റൈറ്റ്? അല്ലേ? ചലനം എന്ന് വെച്ചാൽ മൂവ്മെന്റ്. സോ ഹരേ കൃഷ്ണ മൂവ്മെന്റ് എന്ന് വെച്ചാല് ഈ ഹരേ കൃഷ്ണ പ്രസ്ഥാനം ലോകത്തിലൊരു ചലനം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അത് ചെറുതായിട്ടിരിക്കാം. ഇവിടെ പ്രഭുപാദ് പറയുന്ന പോലെ വിശ്വാവിഷ്കാരം സാധ്യമാക്കുന്നത് ഭഗവാൻ ആദ്യം തന്നെ അതിനെ പ്രവൃത്തി പഥത്തിലേക്ക് ചലിപ്പിച്ചതിന്റെ അനന്തരഫലമായാണ്. ഭഗവാൻ ഒരു ഫസ്റ്റ്, പ്രഭുപാദ് പറയുന്നു, ഭഗവാൻ ബട്ടൺ പുഷ് ചെയ്യുന്നു. ആ സ്റ്റാർട്ട് ബട്ടൺ ഭഗവാൻ അമർത്തുന്ന സമയത്ത് അതിനുശേഷം കാര്യങ്ങൾ തന്നെത്താനെ സംഭവിക്കുന്നു, റൈറ്റ്? അതേപോലെ തന്നെ ഇവിടെ സങ്കീർത്തന പ്രസ്ഥാനത്തിനും സ്റ്റാർട്ട് ബട്ടൺ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് വിട്ടിരിക്കുകയാണ് ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ നിന്ന്. അത് ക്രമേണ ശക്തി പ്രാപിച്ച് അത് വികാസം പ്രാപിച്ച് ലോകത്തെ മുഴുവൻ കീഴടക്കുക തന്നെ ചെയ്യും. പക്ഷെ അതിൽ വിശ്വാസമുള്ള വ്യക്തികൾ, അതിനെ നന്നായിട്ട് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന വ്യക്തികൾക്ക് ആ വികസന പ്രവർത്തനത്തിന്റെ ഒരു ചെറിയൊരു നിമിത്തം, അതിലൊരു ചെറിയൊരു ഭാഗം എന്താണ് നിറവേറ്റാൻ ആ ഭക്തന്മാർക്ക് സാധിക്കും, റൈറ്റ്? അപ്പൊ നമ്മുടെ പ്രാർത്ഥന അതാണ്. നമ്മൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ വികസന പ്രവർത്തനങ്ങൾ നടക്കും. ലോകം മുഴുവൻ ഹരിനാമം സ്പ്രെഡ് ആവും. കേരളവും ലോകത്തിനകത്താണ്. അതുകൊണ്ട് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഈ ഹരിനാമം വികസിക്കുക തന്നെ ചെയ്യും. നമ്മൾ ചെയ്തെങ്കിലും ഇല്ലെങ്കിലും അത് സംഭവിക്കും, അല്ലേ? പക്ഷെ നമ്മൾ ചെയ്താൽ നമുക്ക് ഗുണം, ശരിയല്ലേ? നമ്മൾ ചെയ്തില്ലെങ്കിൽ ഇത് നിന്നു പോകുമൊന്നുമില്ല. എന്തു തോന്നുന്നു അതിനെക്കുറിച്ച്? നമ്മൾ ചെയ്താൽ നമ്മൾ രക്ഷപ്പെട്ടു. അതെ. മയൂര സന്ദേശം. ഓക്കെ. മയൂര സന്ദേശം. ചലനം ചലനം. നസീർ, പ്രേം നസീർ അഭിനയിച്ച. ഞാൻ ഈ സിനിമകളൊന്നും കണ്ടിട്ടില്ല, പാട്ട് മാത്രം അറിയാം. അതുകൊണ്ട് മനസ്സിലൊന്നുമില്ല ഈ വരികൾ. പണ്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പക്ഷെ എന്തായാലും നമ്മുടെ ഒരു ചലനമാണ്, മാനവജീവിത പരിണാമം തന്നെയാണ് നമ്മുടെയും സന്ദേശം. പക്ഷേ ഒരു വ്യത്യസ്തമായ ഒരു ചലനമാണ് ഉദ്ദേശിക്കുന്നത്, റൈറ്റ്? അവബോധത്തിന്റെ ചലനമാണ്, അല്ലാതെ പുറമെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനമല്ല. ശരി മാതാജി. മായതീത്ത മംഗള മാതാജി, ഹരേ തുടർന്നോളൂ. കൃഷ്ണ. പ്രഭു പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 33. 26 വത്സര ഐശേ നവദ്വീപ ഗ്രാമേ ലായോ യായില സർവലോകേ കൃഷ്ണ പ്രേമ നാമേ. ഭഗവാൻ വിവർത്തനം. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ 24 വർഷം വസിച്ചു. ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ കൃഷ്ണപ്രേമത്തിൽ മുഴുകാൻ അവിടുന്ന് എല്ലാവരെയും പ്രേരിപ്പിച്ചു. ശ്ലോകം 34. 26 വത്സര ചില കരിയ സന്യാസ ഭക്തഗണലന കൈല നീലാജലേ വാസ. വിവർത്തനം. ശിലപ്രഭുവാദിക്ക് ജയ്. സന്യാസം സ്വീകരിച്ച അവിടുന്ന് പിന്നീടുള്ള 24 വർഷം ഭക്തന്മാരോടൊപ്പം ജഗന്നാഥപുരിയിൽ വസിച്ചു. ശ്ലോകം 35. തരമധ്യ നീലാചലേ ചയവത്സര നൃത്യഗീത പ്രേമ ഭക്തി ദാന നിരന്തര. വിവർത്തനം. ശിലപ്രഭുവാദിക്ക് ജയ്.
നീലാചലത്തിലെ ജഗന്നാഥപുരി ഈ 24 വർഷത്തിൽ 6 വർഷം അവിടുന്ന് എല്ലായ്പ്പോഴും കീർത്തനവും നൃത്തവും ചെയ്ത് പ്രേമഭക്തി വിതരണം ചെയ്തു. ശ്ലോകം 36. സേതുബന്ധ ആരാഗൗഡ വ്യാപി വൃന്ദാവന പ്രേമനാമ പ്രചാരിയ കരില ഭ്രമണ. വിവർത്തനം: ഈ 6 വർഷം അവിടുന്ന് കീർത്തനവും നൃത്തവും പ്രേമനാമ വിതരണവും ചെയ്ത് കന്യാകുമാരി മുതൽ ബംഗാളിലൂടെ വൃന്ദാവനം വരെ ചുറ്റി സഞ്ചരിച്ചു. ശ്ലോകം 37. ഏയി മധ്യലീല നാമ ലീല. ഈ കൂട്ടാൻ വെച്ചത് ആ കൂട്ടാൻ പിന്നെ വെക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചുള്ളൂ മാതാജി. മായാതീത മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ശ്ലോകം 37. ഏയി മധ്യലീല നാമ ലീല മുഖ്യധാമ ശേഷ അഷ്ടാദശ വർഷ അന്ത്യലീല നാമ. വിവർത്തനം: ശിലപ്രഭുവാദിക്കിതെ. മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതിന് ശേഷം നടത്തിയ യാത്രകളിലെ അവിടുത്തെ ലീലകൾ മധ്യലീല എന്ന പേരിൽ അവിടുത്തെ സുപ്രധാന ലീലകളാണ്. പിന്നീടുള്ള 18 വർഷങ്ങളിലെ അവസാന കാല പ്രവർത്തനങ്ങളെ അന്ത്യലീല എന്ന് വിളിക്കുന്നു. ശ്ലോകം 38. താരമധ്യച്ഛയ വത്സര ഭക്തഗണ സംഘേ പ്രേമ ഭക്തി ലയോ യായില നൃത്യഗീതരംഗേ. വിവർത്തനം: ശിലപ്രഭു ആദിക്കിജെ. ഈ 18 സംവത്സരങ്ങളിൽ 6 വർഷം തുടർച്ചയായി അവിടുന്ന് ഭക്തന്മാർക്കൊപ്പം ജഗന്നാഥപുരിയിൽ വസിച്ചു. അവിടുന്ന് പതിവായി നാമസങ്കീർത്തനം നിർവഹിക്കുകയും കീർത്തനത്തിലൂടെയും നൃത്തത്തിലൂടെയും പ്രേമഭക്തി വളർത്താൻ ജനങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്തു. ശ്ലോകം 39. ദ്വാദശ വത്സര ശേഷാരഹില നീലാചലേ പ്രേമാവസ്ഥ ശിഖായില ആസ്വാദനാചലേ. വിവർത്തനം: ശിലപ്രഭുവാദിക്കിജെ. ശേഷിച്ച 12 വർഷം ജഗന്നാഥപുരിയിൽ വസിച്ച ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണപ്രേമ ഭക്തിയുടെ അതീന്ദ്രിയ രസം ആസ്വദിക്കേണ്ടത് എങ്ങനെയെന്ന് സ്വയം അത് ആസ്വദിച്ചുകൊണ്ട് സകലരെയും പഠിപ്പിച്ചു. ഭവാർത്ഥം: ശിലപ്രഭുവാദിക്കിജെ. കൃഷ്ണാവബോധത്തിൽ പുരോഗതി ആർജിച്ച ഒരു വ്യക്തിക്ക് എല്ലായ്പ്പോഴും കൃഷ്ണനിൽ നിന്നുള്ള വേർപാട് അനുഭവപ്പെടുന്നു. കാരണം കൃഷ്ണനുമായി സംഗമിക്കുമ്പോഴുള്ള വികാരത്തേക്കാൾ തീവ്രമാണ് വിരഹ ദുഃഖം. ശ്രീ ചൈതന്യ മഹാപ്രഭു അവസാന 12 വർഷത്തെ ജഗന്നാഥപുരിയിലെ ലീലകളിൽ വിരഹത്തിന്റെ വികാരത്താൽ ഒരുവന്റെ സുപ്താവസ്ഥയിലുള്ള കൃഷ്ണപ്രേമത്തെ എങ്ങനെ വികസിപ്പിക്കാൻ സാധിക്കുമെന്ന് ജനങ്ങളെ പഠിപ്പിച്ചു. കൃഷ്ണനുമായി പിരിഞ്ഞിരിക്കുമ്പോഴുള്ള വികാരവും കൃഷ്ണനെ കണ്ടുമുട്ടുമ്പോഴുള്ള വികാരവും എല്ലാം ഭഗവത് പ്രേമത്തിന്റെ വ്യത്യസ്ത തലങ്ങളാണ്. ഒരുവൻ ഭക്തിയുത സേവനത്തിൽ ഗൗരവമായി മുഴുകുമ്പോൾ ഈ വികാരങ്ങൾ വികസിക്കും. ഏറ്റവും ഉന്നതമായ തലം പ്രേമഭക്തി എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ സാധനാഭക്തിയുടെ നിർവഹണത്തിലൂടെ വേണം ഈ തലത്തിൽ എത്താൻ. ഒരുവൻ സാധനാഭക്തിയുടെ നിയമ നിബന്ധനകൾ നിഷ്ഠയോടെ പിന്തുടരാതെ പ്രേമഭക്തിയുടെ തലത്തിലേക്ക് കൃത്രിമമായി സ്വയം ഉയർത്താൻ ശ്രമിക്കരുത്. പ്രേമഭക്തി ആസ്വാദനത്തിന്റെ തലമാണ്. എന്നാൽ സാധനാഭക്തി എന്നത് ഭക്തിയുത സേവനത്തിൽ പുരോഗമിക്കുന്ന തലമാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു ഭക്തിയുത സേവനത്തിന്റെ ഈ സമ്പ്രദായം സ്വജീവിതത്തെ പ്രായോഗികമാക്കി പൂർണ്ണ വിശദാംശങ്ങളോടെ പഠിപ്പിച്ചു. അതിനാൽ ആപനി ആചരി ഭക്തി ശിഖായിമോ സഭാരേ എന്ന് പറഞ്ഞിരിക്കുന്നു. ശ്രീ ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെയാണ്. ഒരുവന് ഭക്തിഭരിത സേവനം നിർവഹിക്കാനും സമയമാകുമ്പോൾ ഭഗവത് ധാമത്തിലേക്ക് മടങ്ങിപ്പോകാനും കഴിയുമെന്ന് സ്വയം ഒരു കൃഷ്ണഭക്തന്റെ വേഷത്തിൽ സമസ്ത ലോകത്തിനും അവിടുന്ന് ഉപദേശം നൽകി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇവിടെ പറയുന്ന കാര്യങ്ങളൊന്ന് രണ്ട് തരത്തിലുള്ള വികാരങ്ങളുണ്ട്. പ്രേമഭക്തി ആദ്യം തന്നെ പറയുന്നത് 2 തരം ഭക്തിയുണ്ട്. ഒന്ന് സാധനാഭക്തി, മറ്റൊന്ന് പ്രേമഭക്തി. റൈറ്റ്? സാധന എന്ന് വെച്ചാൽ പരിശീലനം,
പിന്നെ പരിശീലനമൊക്കെ കഴിഞ്ഞ് അതൊരു പക്വതയിലെത്തിയ ഒരു ഭക്തിയാണ് പ്രേമഭക്തി, അല്ലെ? രണ്ട് ടൈപ്പ് ഉണ്ട്, പ്രാക്ടീസ് ആൻഡ് പെർഫെക്ഷൻ. രണ്ട് വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. സാധന എന്ന് വെച്ചാൽ പ്രാക്ടീസ്, പ്രേമഭക്തി എന്ന് വെച്ചാൽ പെർഫെക്ഷൻ, പരിപൂർണത അടഞ്ഞൊരവസ്ഥ, ഇല്ലേ? ഏതൊരു കലയാണെങ്കിലും ശരി, നമ്മൾ ആദ്യം പരിശീലിക്കുന്ന സമയത്ത് അതിന്റെ ചിട്ടകൾ പാലിച്ച് തന്നെ നമ്മൾ പരിശീലിക്കണം. എന്നിട്ട് അതിലൊരു പക്വത, ഒരു കൈവഴക്കം, ഒരു എന്താ പറയാ, ഒരു അനുഭവം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ തന്നെ ഒരു വ്യക്തിത്വത്തിന്റെ ഭാഗമായി അത് മാറും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. വണ്ടി ഓടിക്കുക, കാർ ഓടിക്കുക, റൈറ്റ്? അതിൻ്റെ ഒരു സാധന സ്റ്റേജ് ഉണ്ട്. ആദ്യം നമ്മൾ സ്റ്റിയറിംഗ് കയ്യിൽ പിടിച്ച ദിവസം അതൊരു പരിശീലനമാണ്. നമുക്കിത് എങ്ങനെ, ഈ വണ്ടി എന്താണ് സംഭവം, എങ്ങനെ പോകും, ഒന്നും നമുക്കൊരു ഐഡിയ ഇല്ല, അല്ലേ? അപ്പോൾ ഒരു ഡ്രൈവിംഗ് ടീച്ചറോ ആരെങ്കിലും നമുക്കൊന്ന് പഠിപ്പിച്ചു തരും. ഇത് ക്ലച്ച്, ഇത് ബ്രേക്ക്, ഇത് സംഭവം ആക്സിലറേറ്റർ ആണ്, ഗിയർ ആണ്. ഓ, എന്തൊക്കെ സാധനങ്ങൾ, 4-5 കാര്യങ്ങൾ ഒരേ സമയം, അല്ലേ? ആലോചിച്ച് നോക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അത് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് കാര്യങ്ങൾ. ഒരു ഒരു ചക്രമുണ്ട്, ഒരു വടിയുണ്ട്, പിന്നെ ചവിട്ടാൻ 2 കാലേ ഉള്ളൂ, പക്ഷെ 3 സാധനമുണ്ട്. ശരിയല്ലേ? മാത്രമല്ല വണ്ടിക്ക് വീതിയുണ്ട്, നമ്മൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് കാണില്ല. പോരാതെ തന്നെ 3 കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കും. 3 കണ്ണാടിയും ഉണ്ട്, ശരിയാണോ? ഇല്ലേ? 3 കണ്ണാടി ഉണ്ട്, നടുക്കൊരെണ്ണം, വലത്തുവശത്തൊരെണ്ണം, ഇടത്തുവശത്തൊരെണ്ണം. പിന്നെ മാത്രമല്ല ഈ റോഡിൽ നിരത്തിൽ പോകുമ്പോ ബാക്കിയുള്ളവരൊക്കെ പഠിച്ച് കസർത്ത് കാണിക്കുന്നവരായിരിക്കും. നമ്മളായിരിക്കും ഒരു എല്ല് ഒട്ടിച്ചിട്ട് പയ്യെ പോകുന്നത്. എളുപ്പമല്ല, പക്ഷേ നിയമങ്ങൾ പാലിച്ച് അടുത്തൊരു സാറുണ്ടാവും നമ്മളിപ്പോ പഠിപ്പിക്കുമ്പോൾ. ഇപ്പോഴെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടുത്തിരിക്കുന്ന സാറിനും ഒരു 3 ക്ലച്ചും ബ്രേക്ക് ആക്സലറേറ്റർ എക്സ്ട്രാ കാണും, ഇല്ലേ? ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ ചവിട്ടിയില്ലെങ്കിൽ അവർ ചവിട്ടിക്കോളും. അപ്പൊ അങ്ങനെ ഇതാണ് സാധന സ്റ്റേജ്, നമ്മൾ നിയമങ്ങൾ പാലിച്ച് ചെയ്യുക എന്നുള്ളത്. പക്ഷെ അത് ചെയ്ത് അത് കറക്റ്റായ രീതിയിൽ നമ്മൾ ആ പഠിക്കുന്നത് ശരിയായിട്ട് നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ ട്രാഫിക് റൂൾസും ഈ റോട്ടിൽ കാണുന്ന ചിഹ്നങ്ങളുടെയൊക്കെ അർത്ഥവും ഇതൊക്കെ നമ്മൾ യഥാവിധി പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു നല്ല ശൈലിയോടെ നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സംസാരത്തിൽ ഓടിക്കും, പാതി ഉറക്കത്തിൽ ഓടിക്കും, പിന്നെ എന്താണ് ഓടിക്കുമ്പോൾ തന്നെ നമ്മൾ ഫോൺ സംസാരിക്കും, പിന്നെ എന്തൊക്കെയാണ് അറിയില്ല. ടെക്സ്റ്റ് ചെയ്തുകൊണ്ട് ഓടിക്കേണ്ട ആൾക്കാർ വാട്സപ്പ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഓടിക്കും. വാട്സപ്പ് ടൈപ്പ് ചെയ്തുകൊണ്ട് ഓടിക്കും, അല്ലെ? ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യാറുണ്ട്. ഇതുപോലെയാണ് പ്രാക്ടീസും പെർഫെക്ഷനും തമ്മിലുള്ള വ്യത്യാസം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ, പരിശീലിക്കുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പരിശീലിക്കുക. അത് പിന്നെ സ്വായത്തമായി, അല്ലെ? നമ്മുടെ വ്യക്തിത്വത്തിൽ അലിഞ്ഞു ചേർന്നു ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്ന സാധനം. ഞാൻ ഡ്രൈവിങ്ങിനെ കുറിച്ച് മാത്രം പറയുന്നു, പക്ഷെ മറ്റു കാര്യങ്ങൾ ഉണ്ടാവാം. വേറെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നു? പേരുകൾ? സൈക്കിളജ്ഞം. ഏ സൈക്കിളജ്ഞം. സൈക്കിൾ യജ്ഞം, അതൊരു വാഹനം ഓടിക്കലിനെ കുറിച്ചിട്ടാണ്. പിന്നെ വേറെന്തെങ്കിലും ഉണ്ടോ? വേറെ കലകൾ? ഭരതനാട്യം. ഭരതനാട്യം, അതെ. കഥകളി. കഥകളി, ഓട്ടംതുള്ളൽ, സംഗീതം, സംഗീതം, പാചകം. അതും അങ്ങനെയാണ്. നമ്മൾ പണ്ടൊക്കെ, ഞാൻ ഇപ്പോഴും കണക്ക് കൂട്ടിയിട്ടാണ്, ഓക്കെ ഇതിന് ഇത്ര ഉപ്പാണെങ്കിൽ ഇത്രയും പേര്, 3 പേർക്ക് ഇത്ര ഉപ്പാണെങ്കിൽ 5 പേർക്ക് ആകുമ്പോൾ ഉണ്ട് ഇൻറ്റു 5/3. അപ്പൊ ഇതാണെങ്കിൽ ഇത്രയായിരിക്കണം, ഇങ്ങനെയൊക്കെ. പക്ഷെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മാതാജിമാരെന്ത് പറയും? അയ്യേ, ഇല്ലേ? ഇതിനിങ്ങനെയൊക്കെ ചിന്തിക്കണോ? ഒരു മനക്കണക്ക് എന്ന് പറയും, ഇല്ലേ? അതൊക്കെ എങ്ങനെയാ വരുന്നത്? എക്സ്പീരിയൻസിലൂടെ. പരിശീലനം. രജി മാതാജി ചിരിക്കുന്നുണ്ട് അവിടെ ഇപ്പൊ, അല്ലേ? ഇതൊക്കെ ഒരു പരിചയമല്ലേ? മറ്റു കാര്യങ്ങളും ഉണ്ടാവും ഇതുപോലെ. വേറെ എന്തൊക്കെയാണുള്ളത്? സ്റ്റേജ് ഫിയർ അങ്ങനെയല്ല. നമ്മൾ ആദ്യം നമുക്ക് സ്കൂളിലാണെങ്കിലും എവിടെയെങ്കിലും ഒരു വേദിയിൽ കയറുമ്പം നമ്മുടെ മുട്ടിടിയായിരിക്കും ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. സംസാരത്തിനേക്കാൾ ശബ്ദം മുട്ടിന്റെ ശബ്ദം. പക്ഷെ പിൽക്കാലത്ത് അത് നമുക്ക് പിന്നെ അതൊന്നും തോന്നുന്നില്ല, അല്ലെ? ഡ്രൈവിംഗ് പോലെ പിന്നെ നമുക്ക് ഈസി ആയി മാറും. അതൊരു പബ്ലിക് അതേപോലെ സ്പീക്കിംഗ്. തന്നെ ക്ലാസ് എടുക്കുമ്പോഴും അതെ പ്രഭു, ആദ്യം ക്ലാസ് എടുക്കാൻ പറയുമ്പോ കൈയും കാലും ഒക്കെ വരച്ച് നമ്മൾ അനങ്ങാൻ വയ്യാണ്ടാവും. പിന്നെ കുറേശ്ശെ എന്നാലും പേടിയുണ്ട്.
എന്നാലും കുറേശ്ശെ ക്ഷീണമില്ല. കുറേശ്ശെ ഒരു ഇതായിട്ട് വരും. ഹരേ അതെ. കൃഷ്ണ. അതുപോലെ വേറെന്തൊക്കെയാ ഉള്ളത്? വേറെന്തെങ്കിലും ഉണ്ടോ അതുപോലെ? നീന്തല്, ആരതി ചെയ്യാനായിട്ട് പുതിയ സ്വിമ്മിങ് ആൾക്കാർ സ്വിമ്മിങ് ആദ്യം വെള്ളം കുടിക്കുന്ന കാര്യം സ്വിമ്മിങ്. ആ, നീന്തല്. എന്തായാലും എല്ലാ കാര്യവും അതെ. അപ്പൊ ഇങ്ങനെ ഒരുപാട് എത്രയോ എത്രയോ കാര്യങ്ങളുണ്ട്. അത് അത്ഭുതമാണ്. ഈ സർക്കസ് ഒക്കെ കാണിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാല് എന്തോരം പരിശീലനമായിരിക്കും അതല്ലേ? മരണക്കിണർ ആ, എന്ത് കിണറ്? മരണ മരണക്കിണർ മരം കയറ്റം. ബൈക്ക് മരം കയറ്റം. ഒരുപാട്. അതെ. ഇപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ അത് പഠിച്ചു വരുമ്പോൾ അത് വളരെ സ്വാഭാവികമായ രീതിയിൽ അത് മാറുന്നു. ശരിയല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് പരിശീലനം ഒഴിവാക്കി നമുക്ക് അതിനെ എടുത്തു ചാടി നമ്മൾ അതിനൊരു കസർത്ത് കാണിക്കാൻ സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ മരണക്കിണർ മരണം സംഭവിക്കും. അല്ലേ? നമ്മൾ ചെയ്യുന്നത് അബദ്ധമായി പോകും. അപ്പൊ അതുപോലെ തന്നെ പ്രഭുപാദ് പറയുന്നു, സാധനാഭക്തിയുടെ നിർവഹണത്തിലൂടെ വേണം ഈ തലത്തിലെത്താൻ. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പരിശീലനം വേണം. പരിശീലനം ഇല്ലാതെ നമുക്ക് ഒരു പക്വത എത്താൻ പറ്റില്ല. റൈറ്റ്? അതെല്ലാവർക്കും അറിയാം. ഏതൊരു സ്പോർട്ട്, ഇനി കളികളാണെങ്കിലും ശരി, ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടാവാൻ അതിന്റെ പുറകിൽ അത്ര ഒരു പരിശീലനം ഉണ്ടായിട്ടുണ്ട്. ഇല്ലേ? അപ്പോ ഞാനിപ്പോ ഈയിടെ കേട്ടു, നമ്മുടെ കേരളത്തിന്റെ അല്ല, ഇന്ത്യയിലെ ഒരു ബാഡ്മിന്റൺ ചാമ്പ്യൻ ഉണ്ട്. പേര് പറഞ്ഞു, ഒരു ലേഡി. അപ്പൊ അവര് ലോകത്തിൽ എന്തോ റെക്കോർഡൊക്കെ നേടി. പറയുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ ടീച്ചർ, ആ ബാഡ്മിന്റൺ പരിശീലിപ്പിക്കുന്ന, ഷട്ടിൽ പരിശീലിപ്പിക്കുന്ന ആള് പറഞ്ഞത്, ആ, രാവിലെ 3:30 എണീറ്റ് വരണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവര് പ്രാക്ടീസ് ചെയ്യും ഇത്ര വർഷം. എന്നിട്ട് കാലൊക്കെ വേദന എടുക്കുന്നത് വരെ അവർ പരിശീലിക്കും. പിന്നെ അടുത്ത ദിവസം വരും. പിന്നെ ആ മാച്ച് എന്താണ്, എന്താണ്, വേൾഡ് കപ്പ് മാച്ചോ എന്തോ വരുന്നതിന് മുൻപ് 4 മാസം ഈ ലേഡിയുടെ എന്ന് വെച്ചാൽ ഈ പ്രാക്ടീസ് ചെയ്യുന്ന അവരുടെ അത്ലീറ്റിന്റെ മൊബൈൽ ഫോൺ ഇവർ മേടിച്ചു വെച്ചു. ഫോൺ നോക്കരുത്, അത് നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ഏകാഗ്രതയെ അത് ബാധിക്കും എന്ന് പറഞ്ഞിട്ട് 4 മാസം ഫോൺ ഇല്ലാതെ അവർക്ക് കഴിയേണ്ടി വന്നു. എന്നിട്ട് പിന്നെ അവസാനം ഇതൊക്കെ കഴിഞ്ഞാൽ ലോകകപ്പ് ആ കിരീടം കിട്ടിയ ശേഷം ആ ഫോൺ തിരിച്ചു കൊടുക്കുമ്പോൾ പറഞ്ഞു എന്ന്, ഈ ഫോൺ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ ലോകകപ്പ് കിട്ടില്ലായിരുന്നു. അപ്പൊ പറയുന്നത് അത്രയും സിന്ധു ആണോ ഏകാഗ്രത. പ്രഭു? ഏ പി സിന്ധു ആണോ? പി ആ, സിന്ധു. സിന്ധു കറക്റ്റ്, അതാണ് പേര്. സിന്ധു കറക്റ്റ്. അപ്പോ അപ്പൊ അത് കേൾക്കുമ്പോഴുണ്ടല്ലോ, അപ്പൊ അതിനൊക്കെ അവർ അത്രയും പ്രാധാന്യം കൊടുത്ത് ആ ഒരു സാധന അവിടെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോകലും ഗോലോക വൃന്ദാവനത്തിലേക്ക് പോകലും ഒരു ഭക്തനായി തീരുക എന്നുള്ളത്, അതിന് മാത്രം സാധനയുടെ ആവശ്യമൊന്നുമില്ല. അല്ലേ? എനിക്ക് തോന്നുന്ന പോലെ ജീവിക്കാം, സംസാരിക്കുന്നത് സംസാരിക്കാം, പെരുമാറുന്നത് പെരുമാറാം, ഏത് രീതിയിലും എങ്ങനെയും കാര്യങ്ങൾ ചെയ്തിട്ട് ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് നടക്കാം. പറ്റില്ല. അല്ലേ? നമുക്കൊരു ഇത് വേണ്ടേ, ഒരു ക്വാളിറ്റി വേണ്ടേ? സാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണല്ലോ. വാചോ വേഗം, മനസ്സക്രോധ വേഗം. തോന്നിയ പോലെ തോന്നിയാസം സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭക്തനാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റൈറ്റ്? അപ്പൊ ഇല്ല. ഇതൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യണം. ഇതൊക്കെ ഭക്തിയുടെ ഭാഗമാണ്. ഇപ്പൊ ഞാൻ പറയുന്നു എന്ന് വെച്ചാൽ എനിക്ക് ബാധകമല്ലാതല്ല, എനിക്കും എല്ലാവർക്കും ബാധകമാണത്. അതുകൊണ്ടാണ് പ്രഭുപാദ് സാധനാ ഭക്തി ഒരു രീതിയിൽ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് പഠിക്കണം, പരിശീലിക്കണം. നമുക്കത് പഠിക്കാനുള്ള ക്ലാസ്സുകൾ, ഒരു ട്രെയിനിങ് സെഷൻസ് നമുക്കില്ല. ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ താല്പര്യമില്ല ഭക്തന്മാർക്ക്. എനിക്കറിയാം ഞാൻ ഭക്തനാണെന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇതൊക്കെ നിർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥകളാണ്. മനസ്സിലായില്ലേ? അപ്പോ അതുകൊണ്ടാണ് പറയുന്നത്, സാധനാഭക്തിയുടെ നിർവഹണത്തിലൂടെ വേണം ഈ തലത്തിലെത്താൻ. ഒരുവൻ സാധനാഭക്തിയുടെ നിയമനിബന്ധനകൾ നിഷ്ഠയോടെ പിന്തുടരാതെ പ്രേമഭക്തിയുടെ തലത്തിലേക്ക് കൃത്രിമമായി സ്വയം ഉയർത്താൻ, ഞാൻ വലിയ ഭക്തനായി, കൃഷ്ണന്റെ കഥ കേട്ട കണ്ണീന് കണ്ണീര് വരുന്നു, അതാണ് തെളിവ് ഞാൻ പരിശുദ്ധ ഭക്തനായി. കണ്ണീര് കുറെ പേർക്ക് വരും. അത് ചിലപ്പോ ഭഗവാന്റെ കഥകളുടെ പ്രാധാന്യം കൊണ്ട് ആ സമയത്ത് ചിലപ്പോൾ കണ്ണീര് വരും. പക്ഷെ അതുകൊണ്ടായില്ല. അല്ലേ? ഒരു സയൻസാണ് ഇത്. ഭക്തിയുത സേവനം ശാസ്ത്രം, എന്താണ്, കൃഷ്ണാവബോധം എന്ന് പറയുന്ന ഒരു ശാസ്ത്രമാണ്, സയൻസാണ്. അപ്പൊ അതിന്റെ രീതിയിൽ തന്നെ നമ്മൾ സാധന ചെയ്ത് പഠിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ക്വാളിറ്റി ഉണ്ടാവും. ഒരു ഭക്തൻ എന്ന നിലയ്ക്ക് നമുക്കൊരു നിലവാരം ഉണ്ടാവും. ആ നിലവാരം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അത് കൊടുക്കാൻ സാധിക്കും.
ഇത് പറയുമ്പോൾ ഒരു ഭക്തന്റെ പേര്, പല ഭക്തന്മാരുണ്ട്, പക്ഷെ ഒരു ഭക്തന്റെ ചിത്രം എപ്പോഴും മനസ്സിൽ വരാറുള്ളത് നമ്മുടെ രാധേശ്യാം പ്രഭുവിന്റെ ഉദാഹരണമാണ്. പൂനെയുടെ ടെമ്പിൾ പ്രസിഡന്റ് ആയിരിക്കുന്ന രാധേശ്യാം പ്രഭു എത്ര നല്ല രീതിയിലാണ് അദ്ദേഹം സ്വയം ആചരിക്കുന്നതും മറ്റുള്ളവരെ കൃഷ്ണാബോധം പഠിപ്പിക്കുന്നതും. കറക്റ്റായിട്ട് ആ സ്റ്റഡി ക്ലാസ്സസ് ഉണ്ട്. ആ ക്ലാസ്സസ് അനുസരിച്ച് ഭക്തന്മാരെ പഠിപ്പിച്ചു വരുന്നത് കൊണ്ട് ഇപ്പൊ പൂനെയിൽ നോക്കിക്കഴിഞ്ഞാൽ അത്ര നല്ല ട്രെയിൻഡ് ഭക്തന്മാരാണ്. മനസ്സിലായില്ലേ? സോ അങ്ങനെ നമ്മൾ എല്ലാവരും ആ ഒരു അദ്ദേഹത്തിന്റെ ഉദാഹരണം നമ്മൾ പിന്തുടരണം. ആൻഡ് നമ്മളും ശരിയായ രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച്, സാധനാഭക്തി ഇല്ലാതെ പെട്ടെന്ന് നമുക്ക് ഭാവപ്രേമ ഭക്തി എന്ന് പറഞ്ഞ് നമുക്ക് തോന്നിയ പോലെ നമുക്ക് വരാൻ സാധിക്കില്ല. പ്രഭുപാദ് വീണ്ടും വീണ്ടും പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകമൊക്കെ എഴുതാനും ഈ പ്രസ്ഥാനത്തെ ഇത്രയും കെയർഫുൾ ആയിട്ട് അതിനെ വളർത്തിയെടുക്കാനും പ്രഭുപാദ് എത്ര രക്തവും എത്ര കണ്ണീരുമാണ് പ്രഭുപാദ് ഇതിനു വേണ്ടി കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ അതിനുള്ള നന്ദി നമ്മൾ കാണിക്കണം. ശരിയായ രീതിയിൽ നമ്മൾ ഇതിനെ പഠിച്ച് മനസ്സിലാക്കി പിന്നെ മുന്നോട്ട് പോകണം. റൈറ്റ്? അതാണ് ഇവിടെയും പറയുന്നത്. ചൈതന്യ മഹാപ്രഭുവും എന്തു പറയുന്നു? ചൈതന്യ മഹാപ്രഭു കൃഷ്ണപ്രേമ ഭക്തിയുടെ അതീന്ദ്രിയ രസം ആസ്വദിക്കേണ്ടത് എങ്ങനെയെന്ന് സ്വയം അത് ആസ്വദിച്ചുകൊണ്ട് സകലരെയും പഠിപ്പിച്ചു. സോ ഫസ്റ്റ് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കണം എന്നുള്ളൊരു പോയിന്റാണ്. എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അത് കഴിഞ്ഞ് നിർത്താം. ആപനി ആചരി ഭക്ത്യ ശിഖായിമോ സബാരേ, അതല്ലേ പറഞ്ഞത്? അതെ. അപ്പൊ ഇതാണ് ശരിക്കും ചൈതന്യ മഹാപ്രഭു. റൈറ്റ്? അതിന്റെ ഒരു രീതിയിൽ തന്നെ ചൈതന്യ മഹാപ്രഭു അത് എങ്ങനെയാണ് കൃഷ്ണഭക്തി പ്രേമം വരേണ്ടതെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു പദ്ധതി കാണിച്ചു തരികയാണ്. ആ പദ്ധതി ഇല്ലാതെ വെറുതെ ചൈതന്യ മഹാപ്രഭു ആടുന്നു, പാടുന്നു, കരയുന്നു, ചിരിക്കുന്നു, നൃത്തം ചെയ്യുന്നു എന്നുള്ളത് മാത്രം, ആ ചൈതന്യ മഹാപ്രഭുവിന്റെ പുറംമോടി മാത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് സഹജീയ സ്വഭാവമായിട്ട് മാറും. ഇല്ലേ? മഹാപ്രഭുവിന് നൃത്തം ചെയ്യാൻ പറ്റുന്ന എനിക്കും നൃത്തം ചെയ്യാൻ പറ്റും. മഹാപ്രഭുവിന് കരയാൻ പറ്റുന്ന എനിക്കും കരയാൻ പറ്റും. അപ്പൊ ആ കരച്ചിലും നൃത്തവും മാത്രം, ആ പുറമേയുള്ള ലക്ഷണങ്ങൾ മാത്രം എടുത്തിട്ട് അകമേയുള്ള സാധനാഭക്തിക്ക് നമ്മൾ അതിന്റെ തത്വങ്ങൾക്കും അതിന്റെ ശാസ്ത്രത്തിനും അത് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വില കൊടുക്കാതെ നമ്മൾ പുറമേയുള്ള കാര്യങ്ങൾ മാത്രം, സേവ മാത്രം ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് എന്തായി തീരും? അത് അതിലൊരു അന്തസ്സത്തെ ഉണ്ടാവില്ല. ശരിയല്ലേ? വളരെ ശരിയാണ്. പക്ഷെ വേറെ ഒരു കാര്യം ഇതിനകത്തുള്ളത്, നമ്മളിപ്പോ കുറെ ഡിവോട്ടികൾ ആദ്യമായിട്ട് വരുന്നവരുണ്ട്. ഇപ്പൊ ക്യാമ്പുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അവര് വളരെ അത്യാഹ്ലാദമായി, ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. അവര് ഡാൻസ് കളിക്കുന്നുണ്ട്, വന്ന ഉടനെ തന്നെ ഡാൻസ് കളിക്കുന്നുണ്ട്, കീർത്തനം പാടുമ്പോൾ കൊട്ടുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും അറിയില്ല. പക്ഷെ ഈ സാധന ഭക്തിയൊന്നും അവർക്കില്ല. പക്ഷെ ഫ്യൂച്ചറിൽ ഒരു കാലം കഴിയുമ്പോൾ അവരൊക്കെ റിയലി അപ്പൊ ആദ്യം അവര് ചിരിച്ചോണ്ട് ഒരു ജോക്കിംഗ് മാതിരിയാണ് ചെയ്തിരുന്നത്, ഇതാണ് ചെയ്തിരുന്നത്. പക്ഷെ അവരൊക്കെ വളരെ സീരിയസ് ഉള്ള ഭക്തരായിട്ട് കാണുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷം. അപ്പൊ അവിടെ ഒരു പോയിന്റ് ഉള്ളതെന്ന് വെച്ചാല്, ആദ്യം അവര് സാധന ഭക്തി ചെയ്യുന്നില്ലല്ലോ. അല്ല, എന്നിട്ടും സന്തോഷമായിരിക്കുന്നത് എങ്ങനെയെന്നാണോ? അതെ. ഓക്കെ, അതിപ്പോ ഒരു തുടക്കത്തില് ഭഗവാൻ നമുക്ക് ഫ്രീ സാമ്പിള് ഒരു ആനന്ദം തരുന്നു, അത് പറഞ്ഞിട്ടുണ്ട്. തുടക്കക്കാർക്ക് കൃഷ്ണാബോധം സ്വീകരിക്കാൻ വേണ്ടി ഭഗവാൻ ഒരു പ്രത്യേക ആനന്ദം തരും. മാത്രമല്ല, മറ്റൊരു കാര്യം പറയുന്നത്, തുടക്കക്കാര് അവർക്കൊന്നും അറിയില്ല. ഈവൻ വൈഷ്ണവ അപരാധം ചെയ്യാൻ അവർക്ക് അറിയില്ല, വളരെ തുടക്കക്കാരായതുകൊണ്ട്. കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കുക, അല്ലേ? സോ അതുകൊണ്ട്, പക്ഷെ അതിനർത്ഥം നമ്മൾ എപ്പോഴും അങ്ങനെ ഇരിക്കണം എന്നല്ലല്ലോ. നമ്മൾ പഠിക്കണ്ടേ? എപ്പോഴും നമുക്ക് 1-ാം ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇല്ല. നമ്മുടെ ഇതെന്ന് വെച്ചാല് നമ്മള് കൃഷ്ണാവബോധം പഠിക്കുകയും പരിശീലിക്കുകയും അതേസമയം ആദ്യം ഉണ്ടായിരുന്ന ഉത്സാഹം അതിനെ നിലനിർത്തുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. റൈറ്റ്? അതാണ് അതില് ഒരു ഇത്. സോ എന്തായാലും ഇതാണ് പറയുന്നത്, സാധനാഭക്തിയുടെ പ്രാധാന്യവും ആ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവുമാണ് പറയുന്നത്.
അത് നമ്മൾ ഒരിക്കലും അതിനെ കുറച്ച് കാണരുത്. ചൈതന്യ മഹാപ്രഭു ഒരു വികാരജീവിയായിട്ട് നൃത്തം ചെയ്യുകയും എന്തോ കുറെ പാട്ട് പാടുകയും മാത്രമല്ല ചെയ്തു പോയത്, അല്ലേ? കണ്ണീന്ന് കണ്ണീര് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം ഞാൻ ഭക്തനായി എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല അത്, അതെ. അല്ലേ? സാധന ഭക്തി ഡേ ബൈ ഡേ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ പ്രേമഭക്തിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതെ, സാധന ഭക്തി എന്ന് വെച്ചാൽ ഈ 16 മാലയും 4 യമനിയമങ്ങളും എന്നുള്ളത് മിനിമം ആണ്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് ശാസ്ത്രങ്ങൾ പഠിക്കുക, പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് മനസ്സിലാക്കുക, നമ്മുടെ എല്ലാറ്റിൻ്റെയും വാചോവേഗം, മനസ്സക്രോധവേഗം എന്ന് പറയുന്ന പോലെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പാലിക്കാനുള്ളതാണ്. നമ്മളത് ക്രമേണ ഇതൊക്കെ പഠിച്ചു വരണം. അതിന് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ സഹായിക്കണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം, റൈറ്റ്? ഒരു എവിടെയൊക്കെ പ്രോപ്പർ എഡ്യൂക്കേഷൻ ഉണ്ട്, അപ്പൊ പൂനെ ഞാൻ പറഞ്ഞു രാധേശ്യാം പ്രഭുവിന്റെ ഒക്കെ, എവിടെയൊക്കെ പ്രോപ്പർ എഡ്യൂക്കേഷൻ ട്രെയിനിങ് ഉണ്ടോ, വിദ്യാഭ്യാസവും പരിശീലനവും ഉണ്ടോ, അവിടെ ഭക്തന്മാര് നിലവാരം ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എവിടെയൊക്കെ അത് വേണ്ട വിധത്തിൽ ഇല്ലയോ അവിടെ ആ കുറവും നമുക്ക് കാണാൻ സാധിക്കും. ശരിയല്ലേ നരോത്തം പ്രഭു? വളരെ ശരിയാണ്. വളരെ സെന്ററുകളൊക്കെ, ചില സെന്ററിലൊക്കെ കാണാം വർഷങ്ങളായിട്ട്. ബാക്കി ഞാൻ പറയാനില്ല. യെസ്. സോ എന്റെ പേര് എടുത്തു പറഞ്ഞ വളരെ നന്ദിയുണ്ട്. ഞാൻ അതിന്റെ അനുഭവങ്ങൾ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് നന്നായി. താങ്ക് യു വെരി മച്ച്. വെരി ഗുഡ്. താങ്ക് യു പ്രഭു. അപ്പൊ നമുക്ക് നിർത്താം. ഹരേ കൃഷ്ണ. ഹരിബോൾ. വാഞ്ചാ കൽപതരൂപസ്യ കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ अनंत कोटि वैष्णव भक्त वृंद की जय। श्रील प्रभुपाद की जय। गुरुदेव की जय। निता गुरु प्रेमानंदे। हरे ഹരി ഹരി ഹരേ കൃഷ്ണ. ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.